ഒരു റൂമിൽ കൊണ്ടിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ പരാതി കൊടുത്താൽ ഇതേപോലെ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ നമ്മളിങ്ങനെ നടന്നപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരനെ അവർ ഉപദ്രവിച്ചു. അപ്പൊ അവൻ എന്താ പരാതി കൊടുത്തു അവൻ പരാതി കൊടുത്തു. നമസ്കാരം. മലയാളി വാർത്ത ഇപ്പോൾ ബിൻസന്റെ വീട്ടിലാണ്. കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാനാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നും എന്താണ് തുടർ നടപടി എന്നതൊക്കെ നമുക്ക് ബിൻസനോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ എൻ്റെ കൂട്ടനെ നടന്നപ്പോൾ തടഞ്ഞു നിർത്തി അടിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അടിച്ചിട്ട് അവൻ പ്രിൻസിപ്പൽ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ എന്നെ മാത്രമായിട്ട് അടിച്ച് മറ്റേ മുളകെ കൊണ്ടടിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു റൂമിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി മുട്ടുകാലിൽ നിൽക്കാൻ പറഞ്ഞ് നിന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം ചോദിച്ചിട്ട് ആദ്യം തന്നില്ല. പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നത് പകുതി കളഞ്ഞിട്ട് പകുതി എടുത്ത് വാണ്ട് കുപ്പിച്ചാരി തുപ്പി വെച്ചിട്ടാണ് തന്നത്. പിന്നെ ഡ്രസ്സൊക്കെ വലിച്ച് കീറി അതൊക്കെ വേറെ തന്ന് എന്നിട്ട് അവർ പറയുമ്പോൾ പോയതെന്ന് പറഞ്ഞ് പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ട്. പിന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നപ്പോൾ അവർ പിന്നെയും വിളിച്ച് വരാൻ പറഞ്ഞു. ഞാൻ പക്ഷേ പോയില്ല. പിന്നെ പരാതിയായിട്ടൊന്നും പോയില്ല. യൂണിറ്റ് അവിടെ റൂമിൽ നടന്നായിരുന്നു പറയില്ല. പിന്നെ പരാതിയായിട്ട് പോയാൽ അവരും പരാതി കൊടുക്കും, എനിക്കെതിരെ കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ബെൽറ്റ് കയ്യിൽ ചുറ്റി ഇടിച്ച്. അതിൽ കുറച്ച് സീനിയേഴ്സ് പയ്യന്മാരുണ്ടായിരുന്നു. പാർട്ടി യൂണിറ്റ് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഇയർ ആണോ? ഞാൻ ഫസ്റ്റ് ഇയർ, അവർ തേർഡ് ഇയർ. ഇത് ആദ്യമായിട്ടാണോ ഇതുപോലെ ഒരു ആദ്യമായിട്ടാണ്. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അതിനെ പറ്റി അറിയത്തില്ല. എന്നായിരുന്നു? 11-ാം തീയതി ആയിരുന്നു. 11-ാം തീയതി. പിന്നെ എന്താണ് അവര് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് മറ്റേ ഒരു റൂമിൽ കൊണ്ടിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ പരാതി കൊടുത്താൽ ഇതേപോലെ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞു. റാഗിങ് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. റാഗിങ് ആണ് ചെയ്യുന്നതെന്ന് അവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ട് അറിയാം? അതിനെ പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. എങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ നമ്മളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചാൽ തള്ളി അങ്ങനെയൊക്കെയാണ് അടിയായത്. പിന്നെ അവിടെ നടന്നാലൊന്നും പുറത്ത് പറഞ്ഞാൽ ഇനി കോളേജ് കയറ്റില്ല അടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം കോളേജിൽ പോയിട്ടുണ്ടോ? അതിനുശേഷം പിന്നെ പോയില്ല. പരാതി കൊടുക്കാനായിട്ട് മാത്രം പോയി, ക്ലാസ്സിനായിട്ട് പോയില്ല. ഇനി കോളേജിൽ പോകുന്നുണ്ട്. അപ്പം ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഈ കോളേജിൽ പോകാണ്ട് തന്നെ ഫോണിൽ കൂടെ അല്ലാതെ ഇല്ല ഒന്നും പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ ഒരു അവര് നിന്റെ അടുത്തേക്ക് വരുന്നത്? അവര് നമ്മളിങ്ങനെ നടന്നപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരനെ അവര് ഉപദ്രവിച്ചു. അപ്പൊ അവൻ എന്താ പരാതി കൊടുത്തു അവൻ പരാതി കൊടുത്തു. അവന് എന്താ ചെയ്തത്? അവൻ അടിക്കുകയാണ് ചെയ്തത്. എന്നെ പോലെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അടിച്ചത്. പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ വിളിച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലേ? വിളിച്ചിട്ടുണ്ടെന്ന് അതിനെ പറ്റി അറിയാം. ഒരു 7-8 പേരുണ്ടായിരുന്നു. അതിൽ കൂടുതലുണ്ടായിരുന്നു. റാഗിങ് എന്നത് വീണ്ടും ഒരു തുടർക്കഥയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രമാത്രം നടപടികൾ ഉണ്ടായാലും ഇത് അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടിയുടെയും അല്ലാതെയുമുള്ള പിൻബലത്തിന്റെ പേരിൽ റാഗിങ്ങുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായിരിക്കുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ആ വിദ്യാർത്ഥി പറയുന്നത് ഒരു കാര്യവുമില്ലാതെ താൻ നടന്നു പോകുമ്പോൾ, താനും സുഹൃത്തും നടന്നു പോകുമ്പോൾ 7-8 പേർ ചേർന്ന് വന്ന തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ബെൽറ്റ് കൊണ്ടടിക്കുന്നു, അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ വെള്ളം പോലും കൊടുക്കുന്നില്ല. പിന്നീട് വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം ആ റാഗിങ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ കുടിച്ചതിന് ശേഷം അതിലേക്ക് തുപ്പിയിട്ടതിന് ശേഷം ഒക്കെയാണ് ആ വെള്ളം ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. 2 പേരെയാണ് ഇത്തരത്തിൽ കാര്യവട്ടം ക്യാമ്പസിലും റാഗിങ് ചെയ്തിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ 2 പേരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകുകയാണെങ്കിൽ നിന്നെ ഇതുപോലെ വീണ്ടും ഉപദ്രവിക്കും എന്ന് തന്നെയാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത് എന്നതോർക്കണം. കേരളത്തിൽ റാഗിങ്ങുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് ഇതുപോലെ തന്നെ നഴ്സിംഗ് വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതൊക്കെ നാം കണ്ടതാണ്. അത് വലിയ രീതിയിൽ വാർത്തയായതാണ്, കേസെടുത്തതാണ്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് അറുതി വരുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.